2020 മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗസിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരിയറിലെ ഒരു ട്രെൻഡിംഗ് ഫോളോവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. 2015 സ്പോർട്ടിംഗ് ഡയറക്ടറായി കരിയർ ആരംഭിച്ച കരോലിസ് ആദ്യമായി ഈ സ്ഥാനം വഹിച്ചത് ലിത്വാനിയൻ ക്ലബ്ബായ FK സുഡുവയിലാണ്. 2015 മിഡ് ടേബിൾ പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ പുതിയ പരിശീലകനായി കരോലിസ് സെർബിയൻ പരിശീലകനായ അലക്സാണ്ടർ വെസൽനോവിച്ചിനെ കൊണ്ടുവന്നു. 2 സീസണുകൾക്കിപ്പുറം അലക്സാണ്ടറുമായി ടീം വേർപിരിയാൻ കരോലിസ് തീരുമാനിച്ചു. കാരണം ദേ നീഡ് ലീഗ് ടൈറ്റിൽ. പക്ഷേ അത് സാധിച്ചില്ല. എന്നാൽ ആ 2 സീസണുകളിലെ ടീമിന്റെ പ്രകടനം നോക്കുമ്പോൾ ആദ്യ സീസണിൽ 4-ാം സ്ഥാനവും 2-ാം സീസണിൽ 3-ാം സ്ഥാനവുമാണ്. ശേഷം കസാക്കിസ്ഥാൻ പരിശീലകനായ വ്ളാഡിമിർ ഷേബറിനെ കൊണ്ടുവന്ന കരോലിസ് വ്ളാഡിമിറിന്റെ കീഴിൽ തുടർച്ചയായ 3 സീസണുകളിൽ FK സുഡുവ കിരീട ജേതാക്കളായി. കൂടെ തന്നെ നിരവധി നേട്ടങ്ങളും അവർക്ക് നേടാൻ കഴിഞ്ഞു. ശേഷമാണ് 2020 കരോലിസ് കിംഗസ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി എത്തുന്നത്. ആദ്യ സീസണിൽ പരിശീലകൻ കിബു വിക്കൂനയിലൂടെ നിരാശ മാത്രമായപ്പോൾ ആ സീസണിൽ തന്നെ കിബു വിക്കൂനയെ പുറത്താക്കി 2021 ഇവാനെ കൊണ്ടുവന്നു. ആദ്യ സീസണിൽ ഫൈനലിൽ കിരീടം നഷ്ടമായപ്പോൾ 2-ാം സീസണിൽ കോൺട്രവേഴ്സിയൽ ഗോളും ആ സീസണിൽ 6-ാമത് അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ സീസണിലേക്ക് വരുമ്പോൾ നിലവിൽ 3-ാമത്തെ സീസൺ ഇവാന് കരോലിസ് നൽകുമ്പോൾ ഈ സീസണിൽ ഷീൽഡോ അല്ലെങ്കിൽ ലീഗ് ടൈറ്റിലോ നേടാനായില്ലെങ്കിൽ കരോലിസിന്റെ ട്രെൻഡ് പ്രകാരം ഇവാനെ പുറത്താക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റുകൾക്കൊപ്പുറം ആരാധകർക്ക് ഇത് ഉൾക്കൊള്ളാനാകുമോ എന്നാണ് ചോദ്യം. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശദീകരണങ്ങളും കമന്റ് ചെയ്യൂ. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.